ഹായ്, നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് SCRT ആണ്. SCRTന്റെ പ്രാധാന്യം PSCയിൽ എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലെ. SCRT പഠിച്ചാൽ തന്നെ ഒരു 70 മാർക്ക് നമുക്ക് ഏതൊരു എക്സാമിനും ക്രാക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ചാപ്റ്റർ 5ാം ക്ലാസ്സിലെ ആദ്യത്തെ സയൻസിലെ ഒറ്റയല്ലൊരു ജീവിയും എന്നുള്ള ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത്. ഇതിൽ ആദ്യം തന്നെ പറയുന്നത് ആഹാര ശൃംഖലയാണ്. നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ നിങ്ങൾ കേട്ടതാണ് ആഹാര ശൃംഖല എന്നുള്ളത് അല്ലെ. ആദ്യം പുല്ല് എന്ത് ചെയ്യുന്നു, പുല്ലിനെ പുൽച്ചാടി തിന്നുന്നു, പുൽച്ചാടിയെ കോഴി തിന്നുന്നു, കോഴിയെ കുറുക്കൻ തിന്നുന്നു, കുറുക്കനെ മറ്റുള്ള പുലിയോ കടുവയോ അങ്ങനെയൊക്കെ കഴിക്കുന്നു അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെങ്കിൽ ഇവിടെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം ഏതാണ്? എല്ലാ ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം നിൽക്കുമ്പോൾ ജീവി എന്ന് കേൾക്കുമ്പോൾ നമ്മൾ സസ്യത്തിന്റെ പേര് പറയില്ല, നമ്മൾ വല്ല പുൽച്ചാടിന്റെ പേരൊക്കെ പറയുള്ളൂ. എന്നാൽ എല്ലാ ആഹാര ശൃംഖലകളും ആരംഭിക്കുന്ന ജീവി വിഭാഗം എന്ന് പറയുന്നത് ഏതാണ്? സസ്യമാണ് അല്ലെ. സസ്യത്തിൽ നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം എന്ന് പറയുന്നത്. അടുത്തതാണ് ഇതിൽ വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു: നമ്മുടെ സമുദ്രത്തിലെ ഈ ആഹാര ശൃംഖലയിലെ ആദ്യത്തെ ജീവി ഘടകം എന്താണെന്നാണ് ചോദ്യം. അതായത് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണ്? സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകർ ആരാണെന്നുള്ളതാണ് പ്ലവകങ്ങൾ. അതായത് പ്ലവകങ്ങളെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, സമുദ്രത്തിൽ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ നടക്കുന്ന ചെറിയ ചെറിയ ഇല പച്ചപ്പൊക്കെ നിറഞ്ഞ ഭാഗം ഉണ്ടാകുമല്ലോ, അതിനെയാണ് പറയുന്നത് പ്ലവകങ്ങൾ എന്ന് പറയുന്നത്. ചെറിയ സസ്യങ്ങളെയാണ് എന്ന് പറയുന്നത് പ്ലവകങ്ങൾ. നെക്സ്റ്റ്, എന്താണ് ആവാസം? ആവാസം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഒരു ജീവിക്ക് നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ചുറ്റുപാടിനെ പറയുന്ന പേരാണ് എന്ത്? ആവാസം അല്ലെ. ഇപ്പൊ നമ്മളുടെ നമുക്ക് കാട്ടിലൊക്കെ പോയി ജീവിക്കാൻ കഴിയുമോ? ഇല്ലല്ലോ. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ള ചുറ്റുപാടുകൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അതിന് അനുയോജ്യമായിട്ട് ജീവിക്കാൻ കഴിയുള്ളൂ. ഇതിനെയാണ് എന്ത് പറയുന്നത്? ആവാസം എന്ന് പറയുന്നത്. ഇപ്പൊ മരുഭൂമി എടുക്കാം. മരുഭൂമിയിൽ വളരുന്ന ജീവികൾ ഇതിന് പ്രത്യേകത ഉണ്ട്. ഒട്ടകത്തിനൊക്കെ 3 കൺപോളകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഓരോ പ്രത്യേകതകളുണ്ട്. പിന്നെ ഈ ആവാസ വ്യവസ്ഥയെ തകർക്കുന്നത് മറ്റു ചില ജീവികൾ തകർക്കുന്നുണ്ട്. ഇപ്പോ തവളകൾ ഇല്ലാതായി എന്ന് കരുതും. നമ്മുടെ ഈ ഒരു ഭൂമിയിൽ നിന്നും തവളകൾ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കൊതുക് പെരുകൂലേ? തീർച്ചയായിട്ടും കൊതുക് വരും. അതേപോലെ തന്നെയാണ് ആവാസ വ്യവസ്ഥയെ ഈ നശിപ്പിക്കുന്ന ഒരു ജീവിനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. അതാണ് ആഫ്രിക്കൻ മുഷി എന്ന് പറയുന്നത്. ഈ ആഫ്രിക്കയിൽ നിന്നും ഈ കേരളത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു അധിനിവേശ മത്സ്യമാണ് എന്ത്? ആഫ്രിക്കൻ മുഷി എന്നറിയപ്പെടുന്നത്. ഈ ആഫ്രിക്കൻ മുഷിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ജലാശയത്തിലുള്ള നാടൻ മീനുകൾ ഉണ്ടാവില്ലേ, ചെറിയ ചെറിയ മീനുകളെയൊക്കെ ആര് കഴിക്കും? ആഫ്രിക്കൻ മുഷി കഴിക്കും. അപ്പൊ ഈ ചെറു മീനുകൾ നമ്മുടെ ആവാസ വ്യവസ്ഥ സന്തുലിതപ്പെടുത്താൻ ആവശ്യമായിട്ട് വരും അല്ലെ. ചെറു മീനുകൾ ഇല്ലെങ്കിൽ നമ്മുടെ പുഴയിലും തോടുകളിലൊക്കെ കുറെ ചളി കൂടാരങ്ങൾ കൂടും. കാരണം ഇവർ കഴിക്കുന്ന ഭക്ഷണ വസ്തുക്കൾ എന്ത് ചെയ്യും? കൂടാൻ കാരണം അവിടെയൊക്കെ ചെറുമീനുകൾ കഴിക്കുന്ന സാധനങ്ങളാണ് അല്ലെ. അതൊക്കെ ആവാസ വ്യവസ്ഥയെ ബാധിക്കും. അപ്പൊ ഇത് ചാപ്റ്ററിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ജലാശയങ്ങളിലെ നാടൻ മത്സ്യങ്ങളെയാണ് ആഫ്രിക്കൻ മുഷി ആഹാരമാക്കുന്നത്. ഇത് നമ്മുടെ ജലാശയങ്ങളിലെ ആവാസ വ്യവസ്ഥക്ക് എന്താണ്? ഭീഷണിയാണ് എന്ന് പറയുന്നു. പിന്നീട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആഗോള കടുവ ദിനം എന്നാണ്. ആഗോള കടുവ ദിനം ജൂലൈ 29-ാം തീയതിയാണ്. എന്നാണ് ആഗോള കടുവ ദിനം ജൂലൈ 29-ാം തീയതിയാണ്. ഇതെങ്ങനെ നമുക്ക് കാണാതെ പഠിക്കാം? ഈ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരിക്കലും ഇത് മറിച്ചു നോക്കേണ്ട അവസ്ഥ വരരുത് കേട്ടോ. ആ രീതിയിൽ വേണം നമ്മൾ പഠിച്ചു പോവാനും. അപ്പൊ ആഗോള കടുവ ദിനം നമ്മൾ പറഞ്ഞേ ഒരു ആഗോള ഫ്രോഡാണ് അറിയില്ലേ, അല്ലെങ്കിൽ ആഗോള തരികിടയാണെന്ന് പറയില്ലേ. അതേപോലെ തന്നെയാണ് ഈ ആഗോള തരികിട എന്നൊക്കെ പറയാൻ കാരണം എന്താണ്? അദ്ദേഹം കുറെ കളവ് പറയുന്നതുകൊണ്ടാണ് നമ്മൾ പറയാ ഇവനൊരു ആഗോള തരികിടയാണെന്ന് പറയും. അതേപോലെ തന്നെ ലൈ എന്ന് പറഞ്ഞാൽ നുണ എന്നാണ്. എന്താണ് ലൈ എന്ന്? നുണ എന്നാണ്. അപ്പൊ ആഗോള കടുവാ ദിനം, ആഗോള തരികിട എന്ന് പറയുന്നത് ഇവന് ആഗോള കടും നുണ പറയുന്ന വ്യക്തിയാണ്. ഇവന് ആഗോള കടും നുണ പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ആഗോള കടും എന്നതിൽ നിന്നും കടുവ, പിന്നെ ലൈ, നുണ എന്നുള്ളത് ഇംഗ്ലീഷിൽ ലൈ എന്നാണ് പറയാ. ജൂലൈ 29-ാം തീയതിയാണ് ആഗോള കടുവാ ദിനം എന്ന് പറയുന്നത്. ഇനി INC പഠിച്ചൊരു വ്യക്തിക്ക് 1929-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറിച്ച് അറിയാലോ. 1929-ലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലാഹോറിൽ വെച്ചിട്ടാണ് നടക്കുന്നത് അല്ലെ. അതിന്റെ അധ്യക്ഷനാണ് ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. അതേപോലെ തന്നെ ഇന്ത്യയുടെ അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ അനിമൽ എന്നറിയപ്പെടുന്നത് ഏതാ? കടുവയല്ലേ. അപ്പൊ 29 കിട്ടും. ജൂലൈ 29, 1929-ലാണ് ജവഹർലാൽ നെഹ്റു ലാഹോറിലെ INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അപ്പൊ ജവഹർലാൽ നെഹ്റു ആരാണ്? നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രൈം മിനിസ്റ്റർ ആണ്. അതേപോലെ തന്നെ കടുവ നമ്മുടെ നാഷണൽ അനിമലും കൂടിയാണ് അല്ലെ. അപ്പൊ കടുവ നമ്മൾ കണക്ട് ചെയ്യാൻ പറ്റും. ജൂലൈ 29-ാം തീയതിയാണ് ആഗോള കടുവാ ദിനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യ ഗവൺമെന്റ്
പ്രൊജക്ട് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് എന്നാണ്? ഇപ്പൊ ഒരു കടുവയുടെ കാലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 3 വിരകൾ ഉണ്ടാവൂലെ, കാലും അങ്ങനെ വര ഉണ്ടാവൂലെ. അപ്പൊ നോക്കുക അങ്ങനെ 3 ഓക്കെ. അപ്പൊ 1973 ഏപ്രിൽ 1 തീയതിയാണ് ഇന്ത്യ ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ പദ്ധതി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇത്രയും കാര്യം പഠിച്ചു. ഒന്നുകൂടി റിവൈസ് ചെയ്യാം. നമ്മൾ ആദ്യം പഠിച്ചത് ആഹാര ശൃംഖലാ ജാലകമാണ്. ആഹാര ശൃംഖല എന്ന് പറയുന്നത് പുല്ല്, പുൽച്ചാടി, പുൽച്ചാടി ഭക്ഷണമാക്കുന്ന കോഴി, കോഴി ഭക്ഷണമാക്കുന്ന കുറുക്കൻ, കുറുക്കൻ ഭക്ഷണമാക്കുന്ന ഏതെങ്കിലും ഒരു വലിയ മാംസ്യാഹാരിയായിട്ടുള്ള വലിയൊരു മൃഗം. ഓക്കെ. അപ്പൊ ഇതിലെ ആദ്യത്തെ ജീവി ഘടകം എന്നറിയപ്പെടുന്നത് സസ്യമാണ്. അതായത് ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഏതാണ്? സസ്യം തന്നെയാണ്. എന്നാൽ സമുദ്രത്തിലെ ഉൽപാദകർ എന്നറിയപ്പെടുന്നത് ഏതാണ്? പ്ലവകങ്ങളാണ് അല്ലെ. പ്ലവകങ്ങൾ സമുദ്രത്തിലൂടെ ഒഴുകി നടക്കുന്ന ഒരു സസ്യമാണ് പ്ലവകങ്ങൾ എന്നറിയപ്പെടുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് ആവാസം അഥവാ ഹാബിറ്റേറ്റ് ആണ്. ആവാസം എന്നറിയപ്പെടുന്നത് ഒരു ജീവിക്ക് നിലനിൽപ്പിന് ആവശ്യമുള്ള ചുറ്റുപാടിനെയാണ് എന്ന് പറയുന്നത് ആവാസം എന്നറിയപ്പെടുന്നത്. പിന്നീട് നെക്സ്റ്റ് പഠിച്ചു ആഫ്രിക്കൻ മുഷിയെ കുറിച്ചാണ്. കാരണം ആഫ്രിക്കയിൽ നിന്നും എങ്ങനെ അധിനിവേശം ചെയ്ത് ഇവിടെ എത്തിയതാണ്. നമ്മുടെ ഈ കേരളത്തില് അല്ലെങ്കിൽ ചെറുമീനുകളൊക്കെ പുഴയിലും തോടുകളിലുള്ള ചെറുമീനുകളെ ഇത് ഭക്ഷണമാക്കുന്നത് കൂടി ഈ ആവാസ വ്യവസ്ഥ തകരാനുള്ള കാരണമാകുന്നു. പിന്നെ നെക്സ്റ്റ് പഠിച്ചത് നമ്മൾ ആഗോള കടുവാ ദിനമാണ്. ആഗോള കടുവാ ദിനം വരുന്നത് ജൂലൈ 29 തീയതിയാണ്. നെക്സ്റ്റ് ഇന്ത്യ ഗവൺമെന്റ് പ്രൊജക്ട് ടൈഗർ പദ്ധതി കൊണ്ടുവന്നത് 1973 ഏപ്രിൽ 1 തീയതിയാണ്. ഇനി ഈ ചാപ്റ്ററിലെ അടുത്ത ഭാഗമാണ് പ്രകാശ സംശ്ലേഷണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നതിലെ കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിച്ചുകൊണ്ട് കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ഊർജത്തിന്റെ സഹായത്താൽ സസ്യങ്ങൾ അവർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം എന്നറിയപ്പെടുന്നത് അല്ലെ. അപ്പൊ പ്രകാശ സംശ്ലേഷണം മുഖേന ലഭിക്കുന്നത് എന്തൊക്കെയാണ്? ഗ്ലൂക്കോസും ഓക്സിജനും ലഭിക്കുക. അതായത് സസ്യത്തെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ഗ്ലൂക്കോസും ഓക്സിജനും ലഭിക്കുന്നത് ഏത് മുഖേനയാണ്? പ്രകാശ സംശ്ലേഷണം മുഖേനയാണ് അല്ലെ. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം എന്തെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ ആൻസർ പറയാ? ഓക്സിജൻ. സസ്യങ്ങളായാലും മനുഷ്യന്മാരായാലും ഒക്കെ ശ്വസിക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. പക്ഷെ കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനാണ് സസ്യം ഉപയോഗിക്കുന്നത്? പ്രകാശ സംശ്ലേഷണത്തിനാണ് അഥവാ ആഹാര നിർമ്മാണത്തിനാണ് എന്നാണ് പറയുന്നത്. അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഏതിലൂടെയൊക്കെയാണ് ഇത് പുറന്തള്ളപ്പെടുന്നത്? സസ്യത്തിന്റെ ആസ്യരന്ധ്രങ്ങൾ എന്ന ഭാഗമുണ്ട്. ഒരു ഇലയുടെ അടിഭാഗത്ത് ആസ്യരന്ധ്രങ്ങൾ അഥവാ സുഷിരങ്ങൾ ഉണ്ട്. സ്റ്റൊമാറ്റ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. സ്റ്റൊമാറ്റ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ ഒരു സുഷിരത്തിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ പുറന്തള്ളപ്പെടുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്തിനാണ് പ്രകാശ സംശ്ലേഷണത്തിൽ ഉപയോഗിക്കുന്നത്? സസ്യത്തിന് ആഹാരം നിർമ്മിക്കാൻ വേണ്ടിയിട്ട്. ജലവും കാർബൺ ഡൈ ഓക്സൈഡും ഉപയോഗിച്ചുകൊണ്ടാണ് സസ്യം എന്ത് ചെയ്യുന്നത്? ആഹാരം നിർമ്മിക്കുന്നത്. ഏതിലൂടെ വലിച്ചെടുക്കുക? വേരിലൂടെയാണ് ജലവും ലവണങ്ങളും എന്ത് ചെയ്യുന്നത്? വലിച്ചെടുക്കുന്നത് അല്ലെ. എവിടെയാണ് ആഹാരം നിർമ്മിക്കുന്നത്? ഇലകളിലാണ് ആഹാരം നിർമ്മിക്കുന്നത്. ഇതിന്റെ ഈ പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ട് ഇതിന് ലഭിക്കുന്ന ഉൽപ്പന്നം എന്താണെന്ന് ചോദിച്ചാൽ ഗ്ലൂക്കോസും അതോടൊപ്പം തന്നെ ഓക്സിജനുമാണ്. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം എന്തെന്ന് ചോദിച്ചാൽ ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഫൈലോടാക്സി. എന്താണ് ഫൈലോടാക്സി എന്നറിയപ്പെടുന്നത്? നമ്മളൊക്കെ ഇംഗ്ലീഷിൽ ഫിലോടാക്സി എന്ന് പറയും അല്ലെ. ഫൈലോടാക്സി എന്ന് പറയുന്നത് ഈ ടാക്സികൾ ഇപ്പൊ ഏത് ടാക്സി ആയിക്കോട്ടെ, കാർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ആയിക്കോട്ടെ, എങ്ങനെ നിർത്തിയിടുക? ഇങ്ങനെ നിരനിരയായിട്ടാണ് നിർത്തിയിടുക അല്ലെ. അതൊരു മാളിലേക്ക് ചെല്ലുമ്പോൾ എങ്ങനെ നിർത്തിയിടുക? നമ്മളെ ബസ് സ്റ്റാൻഡ് അടുത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് ഇങ്ങനെ നിർത്തിയിടുക അല്ലെ. എന്നാൽ ഒരു മാളിലൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്? വണ്ടി നിർത്തിയിടുന്നത്. അങ്ങനെ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? ടാക്സികൾ നിർത്തിയിടുന്നത് നിങ്ങൾ കാണുന്നതാണ് അല്ലെ. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൈലോടാക്സി അഥവാ ഫിലോടാക്സി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ ഇലകളുടെ വിന്യാസം. ഒരു ചെടി എടുക്കുകയാണെങ്കിൽ പല രൂപത്തിലാണ് അതിലെ ഇലകളുടെ വിന്യാസം വരുന്നത്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ആദ്യത്തെ വിന്യാസമാണ് ഏകാന്തര വിന്യാസം. ഏകാന്തര വിന്യാസം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റക്ക് നിന്നോണ്ട് നീ കൂടെ നിൽക്കണ്ട. അതായത് ഒന്നിങ്ങനെ പിന്നെ ഇങ്ങനെ നിൽക്കുന്നതിനാണ് ഏകാന്തര വിന്യാസം എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് എതിർവിന്യാസം. എതിർവിന്യാസം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, അതായത് ഞങ്ങൾ ഒപ്പം ഒരുമിച്ച് നിന്നുകൊണ്ട് പിന്നെ ഇങ്ങനെ ഇതിനെയാണ് എന്ന് പറയുന്നത് എതിർവിന്യാസം എന്നറിയപ്പെടുന്നത്. അടുത്തതാണ് സർപ്പിള വിന്യാസം. സർപ്പിള വിന്യാസം എന്ന് പറഞ്ഞാല് 4 ഭാഗത്തേക്കും ഒരുപോലെ നിൽക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? സർപ്പിള വിന്യാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഹരിതകം? ഇലകൾക്ക് പച്ച നിറം നൽകുന്ന വർണ്ണ വസ്തുവാണ് എന്ത്? ഹരിതകം എന്ന് പറയുന്നത് ആണല്ലോ അല്ലെ. ഈ ഹരിതകം എന്തിനു സഹായിക്കുന്നുണ്ട്? പ്രകാശ സംശ്ലേഷണത്തിന് സഹായിക്കുന്നുണ്ട്. ഇങ്ങനെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങൾക്ക് നിറം കൊടുക്കുന്ന വർണ്ണകങ്ങളെ നോക്കിയാലോ, നമ്മൾ ചിലപ്പോൾ ചുവന്ന ചീരയെ കാണാറുണ്ട്, അല്ലെങ്കിൽ മഞ്ഞ കളറുള്ള ഇലകളെ കാണാറുണ്ട്, അല്ലെങ്കിൽ ഓറഞ്ച് നിറത്തിലുള്ള ഇലകളൊക്കെ നമ്മൾ കാണാറുണ്ട് അല്ലെ. ഇത് എങ്ങനെയാണ് വരാനുള്ള കാരണം? പച്ച മാത്രമാണ് നിങ്ങൾ കാണുന്നത്? അല്ല.
ഇത് സസ്യങ്ങൾക്ക് വിവിധ ഭാഗങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, നിറം കൊടുക്കുന്ന വർണ്ണകങ്ങളെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യത്തേതാണ് ആന്തോസയാനിൻ. ആന്തോസയാനിൻ നിറം നൽകുന്നത് ചുവപ്പ് നിറമാണ്. എന്താണ്? ചുവപ്പ് നിറമാണ് ആന്തോസയാനിൻ നൽകുന്നത്. നെക്സ്റ്റ് കരോട്ടിൻ. കരോട്ടിൻ എന്നത് നൽകുന്നത് ഓറഞ്ച് നിറമാണ്. കരോട്ടിൻ നൽകുന്നത് എന്താണ്? ഓറഞ്ച് നിറമാണ്. ക്യാരറ്റിന്റെ നിറം ഓറഞ്ച് അല്ലേ? ക്യാരറ്റിന്റെ നിറം ഓറഞ്ച് അല്ലേ? അതുകൊണ്ട് നമുക്ക് ഇത് കണക്ട് ചെയ്യാം. കരോട്ടിൻ ഓറഞ്ച് നിറം. സന്തോഫിൻ. സന്തോഫിൻ നൽകുന്നത് മഞ്ഞ നിറമാണ്. നമ്മൾ സന്തോഷം വരുമ്പോ ഇങ്ങനെ ചിരിക്കൂലേ? അപ്പൊ നമ്മുടെ പല്ല് മഞ്ഞ നിറല്ലേ? ഒന്ന് കണക്ട് ചെയ്യാലേ. സന്തോഫിൻ മഞ്ഞ നിറമാണ് നൽകുന്നത്. നെക്സ്റ്റ് നമ്മൾ ആസ്യരന്ധ്രത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത് പറയാൻ പോകുന്നത് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണ്? അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാണെന്ന് ചോദിച്ചാല് നൈട്രജൻ ആണ്. അന്തരീക്ഷം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഭാഗവും ഇതിന്റെ മുകൾ ഭാഗത്തെയും ഉദ്ദേശിക്കുന്നതാണ് എന്ത്? അന്തരീക്ഷം. ഇവിടെ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണ്. ഏതാണ്? നൈട്രജൻ ആണ്. എന്നാൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ വാതകം, അതായത് നമ്മളിപ്പോ ഈ നിൽക്കുന്ന ഈ ഒരു സ്പേസിലെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മൾ ശ്വസിക്കുന്ന ഏറ്റവും വലിയ വാതകം ഏതാ? രണ്ടാമത് നിൽക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അപ്പൊ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്ന വാതകം ഏതാണ്? നൈട്രജൻ ആണ്. രണ്ടാമത് നിൽക്കുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. സംയുക്തം എന്ന് പറഞ്ഞാൽ രണ്ട് മൂലകങ്ങൾ കൂടി വരുന്നതിനെയാണ് സംയുക്തം എന്ന് പറയുന്നത്. ഇപ്പൊ കാർബണും ഹൈഡ്രജനും കൂടി വരിക, കാർബണും ഓക്സിജനും കൂടി വരിക, ഇതിനെയാണ് സംയുക്തം എന്ന് പറയുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം ഏതാ? കാർബൺ ഡൈ ഓക്സൈഡ്. നമ്മൾ ശ്വാസം വിടുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ടല്ലേ വരുന്നത്. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള സംയുക്തം. നെക്സ്റ്റ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം. അലസമായിട്ട് ഇങ്ങനെ നടക്കുന്ന വാതകം ഏതാണ്? അലസമായിട്ട് നൽകുന്ന വാതകമാണ് ആർഗൺ. ഏതാണ്? ആർഗൺ. അതാണ് ആർഗൺ ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറഞ്ഞു നോക്കാം. നമ്മൾ തുടങ്ങിയത് പ്രകാശ സംശ്ലേഷണം തൊട്ടാണ്. പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായിട്ടുള്ള വാതകം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമാണ്. ഇത് ഇലയിലാണ് ആഹാരം നിർമ്മിക്കുന്നത്. പ്രകാശ സംശ്ലേഷണത്തിന്റെ ഭാഗമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഉൽപ്പന്നം എന്ന് പറയുന്നത് ഗ്ലൂക്കോസും ഓക്സിജനുമാണ്. സസ്യങ്ങൾ ശ്വസിക്കുന്ന വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. അതോടൊപ്പം ഈ ഇലകളിലൂടെ അല്ലെങ്കിൽ ഇലയുടെ അടിഭാഗത്ത് കൂടിയിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നുണ്ട്. ഈ പറയുന്ന സുഷിരത്തെ പറയുന്ന പേരാണ് ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ എന്നറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയും കാര്യം നമ്മൾ സെറ്റ് ആണ്. പിന്നീട് ഇലകളുടെ ഏകാന്ത്ര വിന്യാസവും എതിർവിന്യാസവും സർപ്പിള വിന്യാസത്തെ കുറിച്ചും പറഞ്ഞു. പിന്നീട് പറഞ്ഞത് അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള വാതകം എന്ന് പറയുന്നത് നൈട്രജൻ ആണ്. രണ്ടാമത്തെ വാതകം എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഏറ്റവും കൂടുതലുള്ള സംയുക്തം എന്നറിയപ്പെടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഏറ്റവും കൂടുതലുള്ള അലസവാതകം എന്നറിയപ്പെടുന്നത് ആർഗൺ ആണ്. അടുത്തതാണ് എപ്പിഫൈറ്റുകൾ. എന്താണ് എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ ഒരു സസ്യത്തിന്റെ കൂടെ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ കൂടെ ഇങ്ങനെ പറ്റിപ്പിടിച്ചു നിൽക്കും. പക്ഷെ അവരിനൊന്നും സ്വീകരിക്കൊന്നുമില്ല. വെറുതെ അതിന് നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം മാത്രമേ എടുക്കുള്ളൂ. നിൽക്കാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം മാത്രം എടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? എപ്പിഫൈറ്റുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നുകൂടി, ഒരു ഇലയുടോ അല്ലെങ്കിൽ ഒരു മരത്തിന്റെ മുകളിലൊക്കെ ആയിട്ട്, മരത്തിന്റെ അടുത്തൊക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നത്? സ്ഥലം, നിൽക്കാൻ സ്ഥലം വേണം. അതിനെന്ത് വേണം? നിൽക്കാൻ സ്ഥലം വേണം. അതിന് ആ മരത്തിന്റെ വേറെ ആവശ്യങ്ങളൊന്നുമില്ല, എനിക്ക് സ്ഥലം മാത്രം തന്നാ മതി എന്ന് പറയുന്നതാണ് എന്ത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അതായത് വാസസ്ഥലത്തിന് മാത്രം ആതിഥേയ സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങളെയാണ് എപ്പിഫൈറ്റുകൾ എന്നറിയപ്പെടുന്നത്. ഇവയിലെ ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ചു വളരാനും കട്ടി കൂടിയ വേരുകൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈർപ്പം വലിച്ചെടുക്കാനും സഹായിക്കുന്നു. ഉദാഹരണമാണ് ഓർക്കിഡും മരവാഴയും. എന്താണ്? ഓർക്കിഡും മരവാഴയും. നെക്സ്റ്റ്, അർദ്ധപരാതങ്ങൾ. അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത് ഇവർക്ക് നിൽക്കാൻ സ്ഥലവും വേണം, അതോടൊപ്പം ഈ മരത്തിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുക്കുന്നു. ഈ മരത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ജലവും ലവണവും മാത്രം വലിച്ചെടുക്കും, നിൽക്കാൻ സ്ഥലവും വേണം. ഈ ജലവും ലവണവും വലിച്ചെടുത്ത് സ്വന്തമായിട്ട് ആഹാരം വരെ നിർമ്മിക്കുക ഞങ്ങൾ സ്വന്തമായിട്ട് ചെയ്തോണ്ട്. ഞാൻ പറയാം, നമ്മളെ തൊട്ടടുത്തൊരു വീടുണ്ടാവും, വീട്ടിൽ പോയിട്ട് നമ്മൾ എന്നും ചായപ്പൊടിയും പഞ്ചസാരയും വാങ്ങിക്കൊടുത്ത എന്തേക്കാർ അവസ്ഥ അല്ലെ? അവര് മുടിഞ്ഞു പോകൂലേ? നമ്മൾക്ക് ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ഒന്നും ഓലൊന്നും വാങ്ങൂല, വെറും പഞ്ചസാരയും ചായപ്പൊടി മാത്രം വാങ്ങിക്കൊണ്ടിരും. ഇതിനെയാണെന്ന് പറയുന്നത് അർദ്ധപരാതങ്ങൾ എന്നറിയപ്പെടുന്നത്. എന്താണ്? അർദ്ധപരാതങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇതിന് ഉദാഹരണമാണ് ഇത്തിൽ കണ്ണിയും ചന്ദനവും. എന്താണ്? ഇത്തിൽ കണ്ണിയും ചന്ദനവും. നെക്സ്റ്റ് ആണ് പൂർണ്ണപരാതങ്ങൾ. അതായത് നമ്മുടെ അപ്പുറത്ത് വീടുണ്ട്, അപ്പുറത്ത് പോയിട്ട് ചായ ഒന്നും വാങ്ങിക്കൊണ്ടിരാം, എനിക്ക് കുറച്ച് ചായ തരുമോ, എനിക്ക് കുറച്ച് ചായ തരുമോ എന്ന് ചോദിച്ചു പോവാ. ഇതിനെയാണ് പറയുന്നത് പൂർണ്ണപരാതങ്ങൾ എന്ന് പറയുന്നത്. അത് മുഴുവനായിട്ട് മുടിഞ്ഞു പോകൂലേ? എനിക്ക് പാചകം ചെയ്യാൻ പോലുള്ള ശേഷിയില്ല എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോ ഈ പൂർണ്ണപരാതങ്ങൾക്ക് ഉദാഹരണമാണ് മൂടില്ലാത്താളിയും റെഫ്ലീഷിയും. എന്താണ്? മൂടില്ലാത്താളിയും റെഫ്ലീഷിയും. ഈ അർദ്ധപരാതങ്ങളും പൂർണ്ണപരാതങ്ങളും ആ നിൽക്കുന്ന സസ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട്? ഇല്ലാതാക്കുന്നുണ്ട്, അതിന് ദോഷം ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അടുത്തതാണ് ശവോപജീവികൾ. എന്താണ് ശവോപജീവികൾ?
ജീർണാവിഷ്ടങ്ങളായിട്ടുള്ള പോഷക ഘടകങ്ങൾ ആഗിരണം ചെയ്തു വരുന്ന സസ്യങ്ങൾ. നമ്മൾ കുറച്ച് ഭക്ഷണം പുറത്തേക്ക് എറിഞ്ഞു, അല്ലെങ്കിൽ മരത്തടികൾ, ഇങ്ങനെ നമ്മൾ ഒഴിവാക്കുന്ന എല്ലാ വേസ്റ്റുകളിൽ നിന്നും പൊന്തി വരുന്ന ഒരു എന്താ പറയാ സസ്യങ്ങളെയാണ് എന്ന് പറയുന്നത് ശവോപജീവികൾ എന്ന് പറയുന്നത്. അവയിൽ നിന്ന് പോഷകം എടുക്കാം. ഈ ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് പോഷകങ്ങൾ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു, ഇവര് വളർന്നു വരികയാണ്. ഒരു ഉദാഹരണം പറഞ്ഞ വേഗം മനസ്സിലാവും. കൂണ്. ഈ കൂണ് എവിടെ ഉണ്ടാവും? ഇടി പൊട്ടിയ കൂണ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും പോകൂലേ? എവിടെ ഉണ്ടാവുക? സാധാരണ തെങ്ങിന്റെ ചോട്ടില്, അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും വേസ്റ്റ് ഇടുന്ന സ്ഥലത്തൊക്കെയാണ് എന്ത് മുളക്കുക? കൂണ് മുളക്കുക. ഇത് ഒരു ഫംഗസ് ആണ്. കൂണ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഫംഗസ് അഥവാ ഒരു പൂപ്പലിന് ഉദാഹരണമാണ് എന്ത്? കൂണ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോ ശവോപജീവികൾക്ക് ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പലുകൾ എന്നറിയപ്പെടുന്നത്. നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പലുകൾ. പൂപ്പലുകൾ എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് എന്ത്? കൂണ്. പൂപ്പലുകൾ എന്ന് പറയുന്നതിന് ഉദാഹരണമാണ് കൂണ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഫസ്റ്റത്തെ ചാപ്റ്ററിൽ തന്നിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് കേൾക്കുന്നതോട് കൂടി തന്നെ മനസ്സിലാകും. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കുക. അപ്പൊ ലാസ്റ്റ് പറഞ്ഞ കാര്യമാണ് എപ്പിഫൈറ്റുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആ സസ്യത്തിന് എന്തെങ്കിലും ഒരു ദോഷവും ചെയ്യുന്നില്ല, വെറുതെ ഞാൻ കുറച്ച് സ്ഥലം എടുക്കട്ടെ എന്ന് പറയുന്നു. നെക്സ്റ്റ് അർദ്ധപരാതങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? അവരിന്ന് ജലവും ലവണവും മാത്രം വലിച്ചെടുക്കുന്നു. പൂർണ്ണപരാതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? മൊത്തത്തിൽ അവരുണ്ടാക്കി വെച്ച ഭക്ഷണത്തെ മുഴുവനും എടുക്കുന്നതിനെയാണ് എന്ന് പറയുന്നത് പൂർണ്ണപരാതങ്ങൾ എന്നറിയപ്പെടുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചു ശവോപജീവികൾ എന്ന് പറഞ്ഞാൽ ജീർണിച്ച വസ്തുക്കളിൽ നിന്ന് പോഷക ഘടകങ്ങൾ വലിച്ചെടുത്തുണ്ടാവുന്ന സസ്യങ്ങളെയാണ് എന്ന് പറയുന്നത് ശവോപജീവികൾ എന്ന് അറിയപ്പെടുന്ന. ഉദാഹരണമാണ് നിയോട്ടിയ മോണോട്രോപ്പ പൂപ്പലുകൾ. ഈ പൂപ്പലുകൾക്ക് ഉദാഹരണമാണ് ഏത്? കൂണുകൾ എന്നറിയപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്ററിൽ പറയുന്നത്. എല്ലാവരും നല്ല ഉഷാറായിട്ട് പഠിക്കാം കേട്ടോ.